ഐഷേൻ്റെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ ആകെ 15 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ. അപ്പോൾ വേഗം ഉണ്ടാക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് കുറച്ച് ഓയിൽ ചൂടായതിന് ശേഷം ഇടിച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മൈദാമാവ് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ പതുക്കെ കുറച്ച് പാൽ ആഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ദേ ഈ കാണിക്കുന്നത് പോലെ പതുക്കെ വേണം ആഡ് ചെയ്യാൻ. സോസ് എത്രയാണോ വേണ്ടത് അത്രയും പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ കുറച്ച് മൈദാമാവ് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് തിളച്ച് പോകുമ്പോഴത്തേക്കും തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുക. മഷ്റൂം ഓപ്ഷനിലാണ്. അത് കഴിഞ്ഞ് കുറച്ച് പാസ്ത വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ തിളയ്ക്കാൻ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളറിന് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സോസേജസും പൊരിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. സോസേജസ് ആഡ് ചെയ്ത് അടിപൊളിയാട്ടോ. പിന്നെ കുറച്ച് ഒരഗാനോ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ പാസ്ത ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോഴാണ് സോസ് ഒന്ന് തിക്കായിട്ട് ആ പാസ്തയിലൊക്കെ പിടിക്കത്തുള്ളൂ. ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ക്രീമി വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ടാവും. നല്ല മണവും നല്ല ടേസ്റ്റ് വരുന്നത്. എളുപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സോസേജസ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ചിക്കനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടമുള്ള പ്രോട്ടീൻ ആഡ് ചെയ്യാം. ഇനി പ്രോട്ടീൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും കിടുക്കൻ ടേസ്റ്റാണ്. എളുപ്പം നമുക്കൊരു 10-15 മിനിറ്റ് പോലും എടുക്കില്ല ഈ സോസേജ് ഒന്നും ഇല്ലെങ്കിൽ. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.